PSC എക്സാമിൽ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ്? ഉത്തരം ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ആദ്യമായി ആലപിച്ചത്? ഉത്തരം 1911 കൊൽക്കത്തയിൽ. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം? ഉത്തരം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗീതം? ഉത്തരം വന്ദേ മാതരം. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം സത്യമേവ ജയതേ. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചിരിക്കുന്നത്? ഉത്തരം 1950 ജനുവരി 26. സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിലെയാണ്? മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ രേഖപ്പെടുത്തിയിരിക്കുന്ന ലിപി? ഉത്തരം ദേവനാഗരി ലിപി. അശോകസ്തംഭം കാണപ്പെടുന്ന സാരനാഥ് എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യൻ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങളുണ്ട്? ഉത്തരം 4. സിംഹത്തെ കൂടാതെ ദേശീയ ചിഹ്നത്തിൽ ഉള്ള 3 മൃഗങ്ങൾ ഏത്? ഉത്തരം ആന, കുതിര, കാള. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയത് ആര്? ഉത്തരം പൈതിമാരി വെങ്കിട്ട സുബ്ബ റാവു. ഇന്ത്യയുടെ ദേശീയ നദി? ഉത്തരം ഗംഗ. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്? ഉത്തരം 2008 നവംബർ 4. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം? ഉത്തരം ആന. ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത്? ഉത്തരം D. ഉദയകുമാർ. ഇന്ത്യയുടെ ദേശീയ ജലജീവി? ഡോൾഫിൻ. അംഗീകാരം കിട്ടിയത് 2009. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ? ശകവർഷം. സാരേ ജഹാംസ അച്ഛ രചിച്ചിരിക്കുന്ന ഭാഷ? ഉറുദു. ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ടിബറ്റൻ പീഠഭൂമി. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗം? ഉപദ്വീപ്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിന് പറയുന്നത്? ഉത്തരം ദ്വീപ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഭൂരൂപം? പാമീർ പീഠഭൂമി. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? ഭൂവൽക്കം. ഭൂമിയുടെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത്? കാമ്പ്. ഭൂമി സ്വയം കറങ്ങുന്നതിനെ എന്ത് പറയുന്നു? ഭ്രമണം.